എനിക്കൊരു വയ്യായികയും ഇല്ല. അമ്മയ്ക്ക് തോന്നുന്നതാ. ഇങ്ങോട്ട് വരുന്നെന്നോ? എന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരാത്തത് മോനേട്ടൻ്റെ ജോലി തിരക്കൊണ്ടല്ലേ. ഞാൻ നോക്കട്ടെ, പറ്റിയ ഈ ആഴ്ച അങ്ങോട്ട് വരാം. മോനേട്ടൻ താഴെയുണ്ട്, പിള്ളേരുടെ കൂടെ ഇരിക്കുക. ഞങ്ങൾ തമ്മിൽ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയെ വിളിക്കാം. മോനേട്ടൻ ഭക്ഷണം കൊടുക്കട്ടെ. ശരി. നിന്റെ അമ്മയായിരിക്കുമല്ലോടി. എടി നിന്റെ അമ്മ എന്ത് പാവം സ്ത്രീയടി. അതിന്റെ പകുതി ഗുണം നിനക്ക് കിട്ടിയില്ല. നീ എന്താ അമ്മയോട് പറഞ്ഞത്? ഞാനും മോഹനേട്ടനും തമ്മിൽ ഒരു പ്രശ്നമില്ല. പിന്നെന്താ പറഞ്ഞ? മോഹനേട്ടനും ഭക്ഷണം കൊടുക്കണമെന്നോ? സമ്മതിക്കണം നിന്നെ. അമ്മ വിളിക്കുമ്പോഴേക്കും മോഹനേട്ടൻ, ഇല്ലെങ്കിലോ അങ്ങേര്, ഇയാള്, അയാള്. നീ നിന്റെ അമ്മയോട് പറയാത്ത എന്തായിരുന്നു? നിന്റെ സ്വഭാവ ദൂഷ്യമൊക്കെ ഞാൻ കൈയോടെ പൊക്കിയെന്ന് പറയായിരുന്നില്ലേ? അമ്മ കൂടെ അറിയട്ടടി. അല്ല, നിന്റെ അമ്പിളീനെ കാണില്ലല്ലോ, അവൻ കാര്യം കഴിഞ്ഞ് മുങ്ങിയല്ലേ. നിങ്ങളുടെ വായിന്ന് ഇതുപോലത്തെ വർത്താനേ വരുള്ളൂ എന്ന് എനിക്കറിയാം. അതിൻ്റെ കൂടെ തർക്കിക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. ഞാൻ നിങ്ങളുടെ റൂമിൽ നിന്ന് മാറിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? പറ. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്നുണ്ടല്ലോ. പറയടോ. ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ? നീ സംസാരിച്ച് ജയിക്കാൻ മിടിക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയാം. നീ കൂടുതൽ കഥാപ്രസംഗം നടത്താതെ പോടി. എനിക്ക് ഒരു ഉറപ്പുമില്ല ഇത് എൻ്റെ കുഞ്ഞാണെന്ന്. ഇതല്ല നിനക്ക് കേൾക്കേണ്ടത്. നേരത്തെ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് നിങ്ങളുടെ കുഞ്ഞല്ലെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് സംശയമായി നിങ്ങളുടെ കുഞ്ഞാണോ അല്ലയോ എന്ന്, അല്ലേ? എടി, നിന്നോട് ഞാൻ പലതവണ ഞാൻ പറഞ്ഞാണ്, ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ കഴിയാൻ. അപ്പൊ നിനക്ക് നവോത്ഥാനം. നിനക്ക് കൂട്ടുകാരുടെ കൂടെ കറങ്ങണം, അവിടെ പോകണം, ഇവിടെ പോകണം, സ്വന്തം ഇഷ്ടത്തിന് കാര്യം ചെയ്യണം. ഇപ്പൊ എവരുടെ നിന്റെ കൂട്ടുകാരും സുധ ചേച്ചിയൊക്കെ. ഇനി നീ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഉണ്ടല്ലോ, നീ എൻ്റെ അടിമയാണ്, അടിമ. മോഹന, തന്റെ അടിമയാവാനല്ല ആവണി ജീവിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ പോലും തള്ളി പറയുന്ന താനുണ്ടല്ലോ, എന്ത് വൃത്തികേടും കാണിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ വീട്ടിൽ കടിച്ചു കൂങ്ങിക്കണത്? ഇറങ്ങിപ്പോടി നിന്റെ മെറ്റവന്റെ കൂടെ. മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദക്ക് ജീവിക്കണോടി, അപ്പൊ ഞാൻ മര്യാദക്ക് സംസാരിക്കും. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് കിടന്ന് നെകളിക്കാണ് നിന്റെ ഭാവങ്ങളുണ്ടല്ലോ, ചവിട്ടി പുറത്താക്കുന്നു. എനിക്ക് നിന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. വല്ലവന്റെ കുഞ്ഞിനെ താങ്ങി കിടക്കണ ഒരുത്തി, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ നിങ്ങളുടെ പ്രശ്നം തീരുമോ? നീ എങ്ങോട്ടേനും പോടി, എനിക്കൊരു പുല്ലുമില്ല. ഞാൻ പോയേക്കാം, പക്ഷെ ഇനി നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരരുത്. നീ പോയ വഴിയെ വരുന്ന മോഹനിപ്പ ഇല്ലടി. നീ ഇറങ്ങിപ്പോണ കാഴ്ച കണ്ടിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ. കാരണം നിന്നോടിപ്പോൾ ഇറങ്ങിപ്പോവല്ലേ മോളെ എന്ന് പറയാനേ ആ അമ്മ പോലും ഇല്ല.